നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ചെറിയ പാർട്ടികളൊക്കെ നടത്തുന്ന സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ വ്യത്യസ്തമായ ഒരു ഡിഷ് ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ നമുക്കിന്ന് വളരെ രുചിയുള്ളതും വളരെ സോഫ്റ്റായതുമായ ഒരു കറിയാണ് ചിക്കൻ ലവാബ്ദാർ. ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കില്ലേ, അതേ രുചിയോടുകൂടി വീട്ടിൽ എങ്ങനെ നമുക്ക് ചിക്കൻ ലവാബ്ദാർ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യം ചിക്കൻ ലവാബ്ദാർ തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ എല്ലോട് കൂടിയത് കഷ്ണിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ ജീരപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ എല്ലായിടത്തും ഈ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് ഒരു ഒനിയൻ പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതും കൂടാതെ ഒരു 5-8 കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്. ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് കാപ്സിക്കം സ്ക്വയറായിട്ട് മുറിച്ചത് 2 എണ്ണം എടുത്തിട്ടുണ്ട്, 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചുവട് കട്ടിയുള്ള നല്ല ഒരു പാൻ എടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് അതിനകത്ത് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് തണുപ്പിച്ച് അരച്ചെടുക്കണം. ഇവിടെ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഉള്ളി തണുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഒനിയൻ പേസ്റ്റ് തയ്യാറാവും. അത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്താലും മതിയാകും. നെയ്യ്ക്ക് പക്ഷേ പ്രത്യേക ഒരു രുചിയാണ്, അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കറുവാപ്പട്ടയുടെ കഷ്ണം, 2-3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, ഒരു ഇലയും ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ്. അതിന് നന്നായിട്ട് മൂത്ത ഒരു മണം വരും. ആ മണം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ അതിനകത്തേക്ക് നന്നായിട്ട് നിരത്തി വെക്കണം. എല്ലാ സ്ഥലവും നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് 2 സൈഡും ഗോൾഡൻ കളറാകുന്ന ഒരു ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത് നിരത്തി വെച്ച് കൊടുക്കാം. അതേ രീതിയിലുള്ള ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇങ്ങനെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ മാറ്റിയ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒനിയൻ പേസ്റ്റാണ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒനിയൻ പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് അരപ്പൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് ഒരു തക്കാളിക്ക ഇട്ടിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി വരും. ആ തൊലി മാറ്റിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നിറമൊക്കെ കിട്ടും, ഒരു വ്യത്യസ്തമായ രുചിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്വല്പം ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾ ഇതിനകത്ത് ഉപ്പ് ആദ്യം ചേർത്തതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. ഗ്രേവി എങ്ങനെ വേണം എന്നുള്ളതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ലൂസായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതുകൊണ്ട് സ്വല്പം കസൂരി മേത്തിയും കൂടി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഞാനിവിടെ അടച്ച് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് അത് വേവാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി പച്ചമണം മാറാനായിട്ട്. ചിക്കൻ വെന്തുവോ നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചിക്കനിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് വെന്തോന്നൊന്ന് പരിശോധിക്കാം. ചിക്കൻ നന്നായി വെന്തെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഇങ്ങനെ ഓണാക്കി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമിൻ്റെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചിക്കൻ ലബാബ്ദാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിക്കൻ ലബാബ്ദാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചിക്കൻ ലബാബ്ദാർ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.